മെൻസ്ട്രൽ കപ്പ് വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുവോ? ഇല്ല, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യും. വിശ്വാസമായില്ല അല്ലേ? നമ്മുടെ വെജൈന ഇൻഫെക്ഷൻ വരാതിരിക്കാനായി ആസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കനാലാണ്. അവിടെ അതിനായി ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഉണ്ട്. എന്നാൽ പീരീഡ് ടൈമിൽ ഇതിലൂടെ ആൽക്കലൈൻ പി എച്ച് ഉള്ള ബ്ലഡ് ഒഴുകി വന്ന് ഈ പി എച്ച് ബാലൻസ് പോകുന്നു. അപ്പൊ പുറത്തു നിന്ന് അണുക്കൾ കയറാനും ഇൻഫെക്ഷൻ വരാനും കാരണമാവും ആഫ്റ്റർ ഈച്ച് പീരീഡ്. മാത്രമല്ല, പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഒക്കെ സോക്ക് ചെയ്ത നനവും എല്ലാം കൂടി എക്സ്റ്റേണൽ പോർഷനിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഫ്ലെയർ ആവാം. ഇവിടെ അധികം കോമൺ അല്ലാത്ത ടാമ്പൺ പോലുള്ളവ അബ്സോർപ്ഷൻ ഡിവൈസ് ആണ്. ബ്ലഡ് അബ്സോർബ് ചെയ്ത് വെജൈനിൽ ഇരിക്കുന്നത് കൊണ്ട് പി എച്ച് മാറി ഇൻഫെക്ഷൻ വരാനും ഈവൻ ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലുള്ള കോംപ്ലിക്കേഷൻസ് വരെ വരാനും ഇടയാക്കും. അപ്പോഴാണ് മെൻസ്ട്രൽ കപ്പ് ഇതൊരു അബ്സോർപ്ഷൻ ഡിവൈസ് അല്ല, ഒരു കളക്ഷൻ ഡിവൈസ് മാത്രമാണ്. സർവിക്സിൽ നിന്ന് വരുന്ന ബ്ലഡ് ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, അതും കപ്പിൽ, വെജൈനയിലല്ല. അതുകൊണ്ട് വെജൈനയുടെ പി എച്ച് മാറാനോ ബ്ലഡ് ടച്ച് ചെയ്യാനോ പോലും ഇടയാക്കുന്നില്ല. മറ്റേതൊരു ടൈം പോലെയുമുള്ള ഒരു നോർമൽ വെജൈനയാക്കാൻ കപ്പ് മാക്സിമം ഹെൽപ്പ് ചെയ്യും. അപ്പൊ കപ്പ് വെച്ചിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാന്ന് അറിയണ്ടേ? ഒന്ന്, നിങ്ങൾക്ക് ഓൾറെഡി അൺട്രീറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഇല്ലാത്ത വെജൈനൽ ആൻഡ് സെർവൈക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അവിടെ കപ്പ് വെക്കുമ്പോൾ അത് ഫ്ലെയർ ചെയ്യുന്നു. രണ്ട്, പരിധിയിൽ കൂടുതൽ നേരം കപ്പ് മാറ്റാതിരിക്കുമ്പോൾ, മോർ ദാൻ 12 hours ഒക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള ബാക്ടീരിയ അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ബിക്കോസ് ബ്ലഡ് ഇസ് എ ഗുഡ് മീഡിയം ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്. മൂന്ന്, നിങ്ങളുടെ അൺഹൈജീനിക് പ്രാക്ടീസസ്, കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിലുള്ള വീഴ്ചയോ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലോ കപ്പിലോ ഉള്ള അണുക്കൾ അകത്തോട്ട് കയറുന്നതോ ആവാം. അത് കപ്പിന്റെ കുഴപ്പമല്ല, നിങ്ങളുടെയാണ്. മെൻസ്ട്രൽ കപ്പ് ഇസ് സേഫ്.